നമുക്കറിയാം UDF-ന് ഇതൊരു രാഷ്ട്രീയ സാധ്യതയാണ്. കാരണം ഇടതുമുന്നണിയിൽ സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധി ഉണ്ടാവുകയാണ്. മുഖ്യമന്ത്രി ചോദ്യം ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ CPM-നകത്ത് തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ രൂപപ്പെടുന്നു. ഇങ്ങനെ ഒരു ആശയക്കുഴപ്പങ്ങളുടെ ഒരു കൂട്ടം പൊതുവിൽ ഉണ്ടാവുകയാണ്. അതിൽ ഏറ്റവും നിർണായകം ഇന്നലത്തെ ഇടതുമുന്നണി യോഗമാണ്. ചില വിശദീകരണങ്ങളും കടുത്ത തീരുമാനങ്ങളും പ്രതീക്ഷിച്ച മുന്നണി യോഗത്തിൽ നിന്ന് ഒരു സസ്പെൻസും ഉണ്ടായില്ല. അവിടെ ADGP സുരക്ഷിതനായി വരുന്നു. തങ്ങളുടെ എതിർപ്പുകൾ ഉള്ളിലൊതുക്കി പുറത്തു പോവേണ്ട ഗതികേട് ഘടകകക്ഷികൾക്കുണ്ടാവുന്നു. ഇവിടെ UDF സാധ്യത തേടുകയാണ്. UDF-ന് CPI-യെ UDF-നൊപ്പം ചേർക്കാൻ കഴിയുമോ? അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് ഇപ്പോഴത്തെ നീക്കങ്ങൾ മാറുമോ? താങ്കൾ അങ്ങനെ കരുതുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് ഒരു രാഷ്ട്രീയമായ മാറ്റങ്ങളുടെ ഒരു സമയമായി കഴിഞ്ഞു. കാരണം ഇപ്പോഴുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് 70കളുടെ അവസാനം 80കളിലാണ് ആരംഭിക്കുന്നത്. അന്ന് വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളോട് കൂടിയാണ് അന്ന് ആ മുന്നണി രൂപീകരിച്ച് TMS അടക്കമുള്ള ആളുകൾ ലീഡർഷിപ്പിലായിരുന്നു. പരസ്പര ബഹുമാനത്തിന്റെയും ഒരു മിനിമം പ്രോഗ്രാം, കോമൺ മിനിമം പ്രോഗ്രാം, അതിന്റെ അടിസ്ഥാനത്തിലും മുന്നണിയുടെ ഒരു ശക്തമായിട്ടുള്ള ഒരു സാന്നിധ്യം ഭരണകാര്യങ്ങളിൽ അന്ന് നിലനിർത്തിയിരുന്നു. അതിനുശേഷമുള്ള എല്ലാ സർക്കാരുകളും LDF എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ടുണ്ട്. പക്ഷെ ഇപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ CPM അവഗണിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. കാരണം അതിനൊരു കാരണം CPM-ന് ഏകപക്ഷീയമായിട്ട് മുന്നണിയുടെ സഹായമില്ലാതെ ജയിക്കാവുന്ന തരത്തിലുള്ള വോട്ടുകൾ അവർക്ക് നേടാൻ പറ്റിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇപ്പൊ വന്നിരിക്കുന്ന പുതിയ സർക്കാരില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയേക്കാൾ കൂടുതൽ വലിയ ശക്തിയായിട്ട് CPM വളരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മുന്നണിയെ അവഗണിക്കുന്ന ഒരു പ്രവണത കുറെ കാലമായിട്ട് വരുന്നുണ്ട്. അതിന്റെ ഭാഗമാണ് മുന്നണി കൺവീനറെ തന്നെ ഏകപക്ഷീയമായി യാതൊരു ചോദ്യോത്തരമായിട്ട് പുറത്താക്കിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിഗതമായ തരത്തിലേക്ക് മുന്നണിയുടെ മുഖ്യമന്ത്രിക്ക് പ്രാധാന്യം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അത് തീർച്ചയായും മറ്റു രാഷ്ട്രീയ കക്ഷികൾക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കും. CPM-നകത്ത് പ്രശ്നം ഉണ്ടാക്കും, അത് വേറെ വിഷയം. പക്ഷെ മുന്നണിയിലെ ഘടകകക്ഷികൾക്ക് ജനങ്ങൾക്കിടയിൽ, പാർട്ടി അണികൾക്കിടയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരുന്നുണ്ട്. ഇപ്പൊ CPI സംബന്ധിച്ചിടത്തോളം CPI-യുടെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെയാണ് തൃശ്ശൂരിൽ വെച്ച് അപമാനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ പരാജയപ്പെടുത്തുന്നതിൽ ചില ഗൂഢാലോചനകൾ നടന്നു എന്ന ഒരു ആരോപണം വന്നത് വളരെ ഗൗരവമുള്ളതാണ്. അത് അവരുടെ അണികൾക്കിടയിൽ വിശദീകരിക്കാൻ അവർക്ക് കഴിയില്ല. അപ്പൊ അതുകൊണ്ട് മുന്നണി തകർച്ചയിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയാത്ത ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ശ്രീ NP ചേക്കുട്ടി, ഒരു കാര്യം, ഇപ്പൊ ഈ UDF കൺവീനർ M ഹസൻ അവർ ഒരു മുഴം നീട്ടി എറിയുന്ന അവർ ചോദിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ ഈ RSS CPM അല്ലെങ്കിൽ RSS പോലീസ് ഉന്നത കൂടിക്കാഴ്ചയുടെ ഇരയായി മാറിയത് CPI ആണ്. അത് തൃശ്ശൂർ സീറ്റിലായാലും തിരുവനന്തപുരം സീറ്റിലായാലും. അങ്ങനെ ഒരു ഘട്ടം ഉണ്ടായിട്ടുകൂടി എന്തുകൊണ്ട് CPI-യുടെ പ്രതികരണങ്ങൾക്ക് ഇത്ര ആർജവത്തിൽ ഒതുങ്ങുകയാണോ? കൂടുതൽ ആർജവത്തോടെ പറയണ്ടേ എന്ന ചോദ്യമാണ്. കാരണം മുൻകാല CPI നേതാക്കളുടെ പ്രതികരണ ശേഷി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ UDF ഒക്കെ ഇത്തരമൊരു നീക്കം നടത്തുന്നത്. അല്ല, CPI-ക്കകത്ത് തന്നെ രണ്ട് തരത്തിലുള്ള നിലപാടുകളുണ്ട്. CPI-യിൽ CK ചന്ദ്രപ്പൻ മുതൽ ഉള്ള നേതാക്കൾ വളരെ ശക്തമായിട്ടുള്ള പാർട്ടിയുടെ ഇന്റഗ്രിറ്റി, പാർട്ടിയുടെ ഐക്യം, പാർട്ടിയുടെ ശക്തി, സ്വതന്ത്രമായ നിലപാടുകൾ അത് ഊന്നി പറഞ്ഞുകൊണ്ടാണ് ചന്ദ്രപ്പനെ പോലുള്ള നേതാക്കൾ വന്നിരുന്നത്. ഒരു പരിധി വരെ കാനം രാജേന്ദ്രനും ആ നിലയിലാണ് തുടക്കത്തിൽ നിലപാടുകൾ എടുത്തിരുന്നത്. പക്ഷേ ഇപ്പൊ കേന്ദ്ര ലീഡർഷിപ്പ് ഇപ്പോഴും ആ നിലപാട് തുടരുമ്പോൾ സംസ്ഥാന ലീഡർഷിപ്പ് വ്യത്യസ്തമായ ഒരു നിലപാടിൽ ആണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും സംസ്ഥാന സെക്രട്ടറിയുടെ സമീപനവുമായിട്ട് പലപ്പോഴും പാർട്ടിക്കകത്തുള്ള പല നേതാക്കൾക്കും വിയോജിപ്പുണ്ട്. കാനം രാജേന്ദ്രന്റെ ഒരു ആളായിട്ടാണ് ബിനോയ് വിശ്വം സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്. അദ്ദേഹം ഇപ്പം കാനം മരിച്ചതിന് ശേഷവും നിലപാടുകളിലൊന്നും വലിയ മാറ്റം വരുത്തിയിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും മുന്നണിക്കകത്തുള്ള ഈ പ്രശ്നങ്ങൾ പാർട്ടിക്കകത്ത് പ്രശ്നമായിട്ട് വരുന്നുണ്ട്. CPI-യുടെ സംസ്ഥാന സമ്മേളനം ഇപ്പൊ നടക്കാൻ പോവുകയാണ്. ആ സമയത്ത് ഇത്തരം കാര്യങ്ങൾ വളരെ ഗൗരവമുള്ള ഒരു ചർച്ചയായിട്ട് വരും. പാർട്ടിയുടെ ഭിന്നതകൾ കുറെ കൂടി രൂക്ഷമായിട്ട് വരും. ഒരു നിലപാട് മാറ്റത്തിലേക്ക് അവർ പോവേണ്ടതായിട്ട് വരും എന്നാണ് എനിക്ക്. കാരണം CPM ഇന്നത്തെ അവസ്ഥയിൽ CPM ഇങ്ങനെ ഒരു വലിയേട്ടനായിട്ട് നിൽക്കുകയും അവർക്ക് CPI എന്ന കക്ഷിയുടെ സഹായമില്ലാതെ ഭരിക്കാൻ കഴിയുകയും ചെയ്യുമ്പോൾ CPI-യെ ചവിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം CPI-യോട് അവർക്ക് അങ്ങനെ വലിയ ബഹുമാനമൊന്നുമില്ല. നിവൃത്തികേട് കൊണ്ടാണ് ഇത്രയും കാലം സഹിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും CPI കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങും. അത് നിലപാട് അവർ മാറ്റേണ്ട ഒരു അവസരമാണ് വരാൻ പോകുന്നത്. നേരത്തെ CPI അത്തരത്തിൽ നിലപാട് എടുത്തിരുന്നു. കോൺഗ്രസിന് കൂടെ ദീർഘകാലം അവർ ഭരിച്ചിട്ടുണ്ട്. അതിന്റെ നേട്ടങ്ങൾ കേരളത്തിന് ഉണ്ടായിട്ടുമുണ്ട്. ആ അവസ്ഥയിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു സ്ഥിതി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, വളരെ നന്ദി NP ചേക്കുട്ടി പ്രതികരിച്ചു.